നമസ്കാരം, ഭാവന സുട്ടേബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന വിഭവം ബ്രെഡ് പോപ്കോൺ ആണ്. അതിനു മുൻപേ ഞാൻ പറയാണ്, എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ഇനി നമ്മുടെ റെസിപ്പീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനായിട്ട് 3-4 സ്ലൈസ് ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബ്രെഡ് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട്, ചെറിയ സ്ക്വയറായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതേപോലെ 1/4 കപ്പ് പാല്, അതേപോലെ 1/4 കപ്പ് പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ ബട്ടർ. ഇത്രയുമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് വരുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ബ്രെഡ് പോപ്കോൺ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ബ്രെഡ് എങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ നിങ്ങൾക്ക്. ഇങ്ങനെ ബ്രെഡ് എടുക്കുക, കത്രിക വെച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്യുക, എന്നിട്ട് അത് 3-4 പീസുകളായിട്ട് ഇങ്ങനെ ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. എപ്പോഴും ഫ്രഷ് ബ്രെഡ് എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. നമ്മുടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടാക്കുക. എന്നിട്ട് പതുക്കെ, അതായത് ബ്രെഡ് പൊടിഞ്ഞു പോകാതെ ആദ്യം വളരെ പതുക്കെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. കാരണം ഇത് ഒന്ന് ക്രിസ്പ് ആവുന്നവരെ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കുമല്ലോ, അപ്പോൾ ഇളക്കുമ്പോൾ ഇത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഫ്രഷ് ബ്രെഡ് എടുക്കണം എന്ന് പറയുന്നത്. ഫ്രഷ് ബ്രെഡ് ആകുമ്പോൾ പൊടി വളരെ കുറവായിരിക്കും. 1-2 ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ഇത് പൊടി വീഴും. ഇങ്ങനെ പതുക്കെ ഇളക്കി നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല, വെറും പാനിലാണ് ചെയ്തിരിക്കുന്നത്. അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. വേറൊരു പാനിലേക്ക് ചൂടായി കഴിയുമ്പം 1/4 കപ്പ് പഞ്ചസാര, നമ്മൾ കണ്ട പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് കാരമലൈസ് ആയി വരണം. ഇങ്ങനെ കളറ് മാറി നന്നായിട്ട് നിറം മാറി ഇത് നന്നായിട്ട് അലിഞ്ഞു വരും. അതുവരെയും നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് സ്പാച്ചുലയോ അല്ലെങ്കിൽ നമ്മുടെ തവിയോ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കുക. കളറ് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കരുത്, ചെറിയ തീയിലിട്ടിട്ട് വെച്ചിട്ട് വേണം നമ്മൾ ഇളക്കിയെടുക്കാൻ. നോക്കൂ, ഈ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇതാണ് കറക്റ്റ്. ഈ ഒരു കളറ് മതിയാവും. കൺസിസ്റ്റൻസി, എല്ലാ പഞ്ചസാരയും എല്ലാ ക്രിസ്റ്റൽസും ഒക്കെ അലിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ ഇട്ട് കൊടുക്കുക ഈ സമയത്ത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പഞ്ചസാര കാരമലൈസ് ആയതും ബട്ടറും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ചൂടുള്ള പാലാട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. ആ ചൂടുള്ള പാലും കൂടെ 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ക്രിസ്റ്റലൈസ് ആയിരിക്കുന്ന പഞ്ചസാര വീണ്ടും ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അലിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ ഈ ഒരു സോസ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് അതും കൂടി ഇട്ടിട്ട് ഈ ഒരു സോസിൽ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. നോക്കൂ, ഇതേ രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ബ്രെഡ് പോപ്കോൺ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതേപോലെ എല്ലാ ഭാഗത്തും ആവുന്നത് പോലെ ആയിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കൂൾ ഡൗൺ ആവാനായിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഒന്ന് കൂൾ ഡൗൺ ആയിട്ട് വരുന്നവരെയും നമുക്ക് വെയിറ്റ് ചെയ്യാം. ബ്രെഡ് പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. നോക്കൂ, വളരെ ടേസ്റ്റ് ആയിട്ടോ, ഒരു തേന് പോലെയൊക്കെ വരുന്നതാണ്. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള വിഭവമാണ്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വിഭവം ഉണ്ടാക്കി നോക്കുക. ഇനിയും ഭാവന സുട്ടേബിളിലൂടെ നല്ലൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. താങ്ക്